ഈ BJP മണ്ഡലം പ്രസിഡന്റിന്റെ ഒക്കെ ഒരവസ്ഥ എന്തെല്ലാം റിസ്ക് എടുക്കണം നിങ്ങള്. അതായത് ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് വിദ്വേഷ പ്രചരണം നടത്തണം. വേറെ എന്തോ റിസ്ക് ആണ് വരെ കാര്യം. അന്തിമഹാ കാളങ്കാവ് വേലക്കെതിരെ വിദ്വേഷ പ്രചരണം, BJP മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റില്. അന്തിമഹാ കാളങ്കാവ് വേലക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ BJP പുലാക്കോട് മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റിൽ. പങ്ങാരപ്പള്ളി മംഗലാംകുന്ന് ഗിരീഷിനെയാണ് ചേലാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പങ്ങാരപ്പള്ളി സ്വദേശി സുനിൽ, വേല കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നൽകിയ പരാതിയിലാണ് നടപടി. വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു വ്യാജ പേരിൽ വേലക്കും വെടിക്കെട്ടിനുമെതിരെ വിദ്വേഷമുണ്ടാക്കുന്ന സന്ദേശം ഗിരീഷ് അയച്ചത്. ഇതിന് പിന്നാലെ വേല കമ്മിറ്റിക്കാരടക്കം പരാതി നൽകുകയായിരുന്നു. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തില് പ്രതി BJP പുലാക്കാട് മണ്ഡലം പ്രസിഡന്റ് ഗിരീഷാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ചേലാക്കര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ ഒരു ഇടങ്ങേറത്തിരങ്ങൾ ആലോചിച്ചു നോക്കി. അതായത് ഇവരൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഛിദ്രത, ഇവരൊക്കെ ഒരു മനസ്സ്, അതായത് വിദ്വേഷ പ്രചരണം നടത്തുക, എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് മൂപ്പര് ഇരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ആളെ പിടിക്കണല്ലോ എന്നുള്ള ഒരു ആവേശത്തിൽ കേസ് കൊടുത്ത് നോക്കുമ്പോ മണ്ഡലം പ്രസിഡന്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കില്ലേ, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുമ്പോ നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം സൂക്ഷ്മതകൾ പാലിക്കൂലേ? കാരണം നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടല്ലോ സമൂഹത്തിനോട്. അപ്പൊ ആ ഉത്തരവാദിത്തത്തെ നിറവേറ്റാൻ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി അതങ്ങനെ കൈകാര്യം ചെയ്ത്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ തന്നെ. പക്ഷെ ഈ BJP ഒക്കെ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ ഒക്കെ ഒരു മനോഭാവം എത്രത്തോളാണ്. എന്നിട്ട് ഇത് പോലീസ് അന്വേഷിച്ചത് കൊണ്ട്, നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചത് കൊണ്ട് ഇതിനെ കിട്ടി. ഇതൊരു ചെറിയ കോളം വാർത്തയിൽ ഒതുങ്ങി. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ചർച്ച അല്ലെ? ചാനൽ ചർച്ചകളൊക്കെ ഗംഭീരമായിരിക്കും, അതിഗംഭീരം. ഞാൻ ഇയാള് എന്തല്ലേ ഓരോരുത്തരും മനോഭാവം പോകുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഛിദ്രത ഉണ്ടാക്കുക, വെടിക്കെട്ടായിക്കോട്ടെ, വേല അത് നടക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, ഇതൊക്കെ. അപ്പൊ ഇവരൊക്കെ ആസൂത്രണം ചെയ്യുന്ന എന്തൊക്കെയോ പദ്ധതികൾ ഇവിടെ നടമാടുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവത്തിൽ ഇങ്ങനെ പറയണം, ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഒരു ഛിദ്രത ഉണ്ടായിക്കോട്ടെ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കോ? ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പൂരം, അതേപോലെ തന്നെ ശിവരാത്രി മഹോത്സവം, അഖണ്ഡനാമയജ്ഞം. അപ്പൊ അത് ഘോഷയാത്രയൊക്കെ പോകുമ്പോ നമ്മൾ എന്താ കരുതുക, അതുപോലെ അത് പോകുന്നു, അങ്ങനെ സൗഹൃദപരമായിട്ട് അത് അവര് ആഘോഷം, അവിടെ പോവും. നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ അന്ന് 10 കച്ചവടക്കാരുണ്ടാവും, അവിടെ പോയി നല്ല ജിലേബി, അലുവ, പൊരി ഇതൊക്കെ വാങ്ങും. ഉന്തുന്ന ബലൂണ് കുട്ടികളെ കൊണ്ടുപോയി വാങ്ങി തിരിച്ചു. ഇങ്ങനെ ഇതൊക്കെ തന്നെയാണല്ലോ നമ്മള് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ജീവിക്കുന്നത്. ഇവന്റെയൊക്കെ മനോഭാവങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതും ഒരു BJP മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രത്തോളം വൈഡായിരിക്കും അയാളുടെ സ്ഥാനം. അയാളെ പണി ഇതാണ്. എന്തോ ഒരു റിസ്ക് ആണ് ഇതൊക്കെ. ഏതായാലും ഇതൊന്നും ഒരു വാർത്തയല്ല. ഇതൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ നല്ല ഉഷാറ് വാർത്ത. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏതായാലും ഉഷാറായി, പിടിച്ചതുകൊണ്ട് നന്നായി. കേരള പോലീസിനും സൈബർ സെല്ലിനും അഭിനന്ദനങ്ങൾ. താങ്ക് യു.